മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണ് അവിടെ? ഇവിടെ കുഴപ്പമില്ല. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ബ്രോ എന്താണ് ഞാൻ ബാഴ്സയെ പറ്റി ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഹൈലൻഡ് കളിക്കുന്നത് വലിയൊരു തലവേദനയായിട്ട് മാറുന്നുണ്ടോ? കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് 2 കിടിലൻ കൗണ്ടർ അറ്റാക്ക് ക്ലബ് ബ്രൂഗെ സെറ്റപ്പ് ചെയ്തു. അതവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1-2 ചാൻസുകളൊക്കെ മിസ് ചെയ്തു. നിങ്ങൾ ഡോമിനേറ്റ് ചെയ്തു. 23ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി 3-3 ഡ്രോ പിടിക്കാനേ സാധിച്ചുള്ളൂ. എന്താണ് ബ്രോ പറയാനുള്ളത്? ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. കാരണം എപ്പോഴൊക്കെ അവർക്ക് അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ലീഡ് എടുക്കുക, പിന്നെ അവന്മാർ ഡിഫെൻഡ് ചെയ്യുക, പിന്നെ നമ്മൾ ഈക്വലൈസ് ചെയ്ത ഉടനെ തന്നെ അവന്മാർ തിരിച്ചടിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. സോ അവർക്ക് എപ്പോഴൊക്കെ നമ്മുടെ ഡിഫൻസ് ഓപ്പൺ അപ്പ് ആക്കണം അപ്പോഴൊക്കെ അവർ ആക്കിയിട്ടുണ്ട്. ബ്രോ ഡിസപ്പോയിന്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഹൈലൈൻ എക്സ്പോസ്ഡ് ആണ്, കൗണ്ടർ പ്രസ് ശരിയല്ല, സെയിം സംഭവം. ഇപ്പോൾ ഇതിനു മുമ്പ് മാച്ചുകളല്ല, ഇപ്പം ബാർസ ജയിച്ച മാച്ചുകളാണ്. ഇപ്പോൾ ഒളിമ്പിയാക്കോസിനോട് ജയിച്ചപ്പോഴും ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്കോർ ലൈൻ 6-1 ആണെങ്കിൽ അവരെ 10 പേരാണെന്നാണ് അവരെ ഗെയിമിംഗിലായിരുന്നു. ഈ എൽച്ച മാച്ച് വീക്കെൻഡിൽ ഫസ്റ്റ് ഹാഫ് അന്യമായിട്ട് കളിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫ് എൽച്ച തിരിച്ചു വരുന്ന ലക്ഷണങ്ങൾ കാണിച്ചു. സോ എല്ലാ മാച്ചിലും ഈ ഡിഫൻസീവ് ഇഷ്യൂസ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഇത് ഇനിയും സീസൺ. ഞാൻ പറയട്ടെ, ആസ് എ ബാർസ ഫാൻ നമ്മൾ എല്ലാ വീക്കിലും വന്ന് പറയുന്ന സെയിം സംഭവം അത് ഇനി റിപ്പീറ്റ് ചെയ്യുന്ന അർത്ഥമുള്ളതെന്ന് തോന്നുന്നില്ല. ടു ആൻ എക്സ്റ്റെന്റ് ലക്ക് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഡ്രോ പിടിച്ചുകൊണ്ട് വരാൻ പറ്റിയ നിബന്ധനത്തെ പറയാം. ഓക്കെ, ഞങ്ങളുടെ പലതും ബാറി തട്ടിപ്പോയി, പക്ഷെ അവരും അതുപോലെ നല്ല ചാൻസുകൾ മിസ് ചെയ്തു. അവർ കൺവേർട്ട് ചെയ്യാറുണ്ട്, കളി മാറിയാലും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത്, റഫീനയും ഫെഡ്രിയും അതുപോലെ തന്നെ ജോൺ ഗാർഷ്യയും എത്രയും പറ്റുന്ന ഫിറ്റായി വരും, ഞങ്ങളുടെ സീസൺ രക്ഷപ്പെടും. ആ ഒരു ഹോപ്പിലാണ് ഇരുന്ന് ഈ സീസൺ ഇനിയും കാണാൻ പോകുന്നത്. സോ ഇത്രേ എല്ലാ വീഡിയോസിലും നമ്മൾ എപ്പോഴും വന്ന് പറയുന്ന സെയിം ഇഷ്യൂസ് തന്നെ കണ്ട ഒരു മാച്ചാണിത്. ഫ്ലിക്ക് പുള്ളിയുടെ ഫിലോസഫി ഇട്ട് കളിക്കാൻ പോകുന്നില്ലെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനി ഇവിടെ പെട്ടെന്ന് യാതൊരു കാര്യമില്ല, അതിലിരുന്ന് പുള്ളി വിടാൻ പോകും. അതെ, ഞാനൊന്ന് ലിവർപൂളിലേക്ക് പോവാണ് ബ്രോ. ലിവർപൂളിന്റെ ഒരു നല്ല വീക്കാണ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ കണ്ടത്. എസ്പെഷ്യലി റയലിനെതിരെ എത്ര മോശം ഫോം കളിക്കുമ്പോഴും അവർ നല്ലൊരു പെർഫോമൻസ് ആൻഫീൽഡിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാച്ചിന് ശേഷമാണ് ഇതുപോലുള്ളൊരു പെർഫോമൻസ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. എസ്പെഷ്യലി ആ വിങ്ങേഴ്സിന്റെ കിഡിലം പെർഫോമൻസ് ആയിരുന്നു. അവർ എംബാപ്പേനെ, വിനീഷ്യസ് ജൂനിയറിനെ നല്ല രീതിയിൽ തന്നെ പൂട്ടി എന്ന് തന്നെ പറഞ്ഞാൽ മതി. കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ചാൻസുകൾ മാത്രമേ റയലിന്റെ സൈഡിൽ നിന്ന് വന്നുള്ളൂ. എന്നാൽ കൂടുതൽ അറ്റാക്കിങ്, ത്രെട്ടനിങ് ആയിട്ട് തോന്നിയത് ലിവർപൂളിന്റെ അറ്റാക്ക് തന്നെയാണ്. ഇപ്പോൾ ബ്രോയുടെ അഭിപ്രായത്തിൽ എന്താണ് റയലിന് പറ്റിയത്? റയലിന്റെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇഷ്യൂ, അത് ഈ റയൽ ഫാൻസ് പറയാനുള്ള ഒരു കാര്യമാണ്, അവരുടെ ഡീപ്പ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലെയർ അഗേൻസ്റ്റ് ടഫർ ഓപ്പോണന്റ്. അത് കണ്ടൊരു മാച്ചാണ്. നമ്മൾ അത്ലറ്റിക്കോ മാച്ചിനും കണ്ടു, ഈ മാച്ചിനും കണ്ടു. മാർസക്ക് അഗേൻസ്റ്റ് കുറച്ച് ഗ്ലിംസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ മാച്ചിൽ എടുത്ത് കണ്ട ഒരു കാര്യമാണ് റയൽ മാഡ്രിഡിന് ഡീപ്പ് ഓപ്പറേറ്റ്. ഗൂളർ ആ ഒരു മാൻ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഗൂളർ ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുക മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിലാണ്. സോ ആ ഫസ്റ്റ് നിങ്ങളുടെ ഡിഫൻസീവ് തേർഡിനും മിഡ് തേർഡിനും ഇടയിൽ ബോൾ റിസീവ് ചെയ്ത് ഇപ്പൊ അപ്പുറത്ത് മക്കലിസ്റ്ററും ഗ്രാംബർഗും ഒക്കെ ചെയ്ത പോലെ അങ്ങനത്തെ ഒരു പ്ലെയറിനെ ക്ലിയർലി ലാക്ക് ചെയ്യുന്നുണ്ട് റയൽ എന്നുള്ളത് എടുത്തു കാണിച്ചൊരു മത്സരമാണ്. അത് കൂടാതെ നമ്മളിപ്പം റയലിനെ നള്ളിഫൈ, ഇപ്പൊ റയൽ പ്ലേയേഴ്സിനെ കുറ്റം പറയുന്നതിനേക്കാൾ ഒരു നമുക്ക് ലിവർപൂളിന് മാർക്ക് കൊടുക്കേണ്ട ഒരു മാച്ചാണ്. കാരണം പുള്ളി ഒന്ന് ടാക്ടിക്സ് എല്ലാം പക്കായിട്ട് കറക്റ്റ് ആയി, ലൈനപ്പ് ഗോഡ് കറക്റ്റ് ആയിരുന്നു. ആൻഡ് വിറ്റ്സിനെ പുള്ളിയുടെ സ്ട്രോങ്ങസ്റ്റ് ലോഡായ മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഫ്രീ റോളിൽ നമ്മൾ കണ്ടു. മക്കലിസ്റ്റർ ഫോമിലായത് ലിവർപൂളിന് ഒരു ഹ്യൂജ് ബൂസ്റ്റ് ആണ്. കാരണം ഗ്രാംബർഗ് ആണ് സബോസിലായാണ് അവർ എഫേർട്സ് വെറുതെ ആവുന്നില്ല. ഇപ്പൊ മക്കലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഗ്രാംബർഗിന് പുഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഗ്രാംബർഗ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ മക്കലിസ്റ്റർ പുഷ് ചെയ്യുന്ന നമ്മളാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും നല്ല ബോൾ കാരിയേഴ്സ് ആണ്. അത് റിയലി കണ്ട ആൻഫീൽഡ് ക്രൗഡ് റിയലി റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ തലയിലോട്ട് കയറി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് കാണാൻ ആദ്യത്തെ മിനിറ്റ് തൊട്ടേ ആൻഫീൽഡ് ക്രൗഡ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. അത് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെ അഫക്ട് ചെയ്യുകയും ചെയ്തു, നമുക്ക് കാണാൻ. സോ എംബാപ്പയിലും വിനിയിലോട്ടുള്ള സപ്ലൈസ് കൊണ്ടാൽ വിനിയിലോട്ടുള്ള സപ്ലൈസ് എന്തെങ്കിലും ബ്രാഡ്ലി പ്രോപ്പർ ആയിട്ട് ഡിഫെൻഡ് ചെയ്തു, അത് പറയാതിരിക്കാൻ വേണ്ടി. സലയുടെ ഭാഗത്തുനിന്നും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോളും സല പ്രസ് ചെയ്യുന്ന നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് മെയിൻലി പറയാനായിട്ടുള്ള മിഡ്ഫീൽഡ് ബാറ്റിൽ കംപ്ലീറ്റ്ലി ലിവർപൂൾ ജയിക്കുന്ന ഒരു സിനാരിയോസ് കണ്ടു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, സെക്കൻഡ് ബോൾസ് മാത്രമല്ല, ഫസ്റ്റ് ബോൾസും സെക്കൻഡ് ബോൾസും രണ്ടും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ വിൻ ചെയ്യുന്നുണ്ട്. ബാക്കിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാനായിട്ട് റയലിന് സാധിക്കുന്നില്ലായിരുന്നു. ഗൂളറിനെ കൂടെ പറ്റുന്നില്ല, ചൗമനിയും ആൻഡ് കമോമിക്കോ സാധിക്കുന്നില്ല. സോ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ റയലിനെ ലോങ് പോകാനായിട്ട് ഫോഴ്സ് ചെയ്തു. ലോങ് പോയപ്പോൾ എല്ലാ ഫസ്റ്റ് ബോൾസും സെക്കൻഡ് ബോൾസും ലിവർപൂൾ പ്ലേയേഴ്സ് ആണ് വിൻ ചെയ്തത്. സോ നമുക്കൊന്ന് സ്ലോട്ടിന് മാർക്ക് കൊടുക്കണം. ടാക്ടിക്കലി ഇറ്റ് വാസ് സൂപ്പർ. മഡ്രിഡ് പ്ലേയേഴ്സ് എല്ലാം ഡൗൺ ആയിരുന്നു എന്നല്ല എനിക്ക് പറയാനായിട്ടുള്ളത്. മഡ്രിഡ് പ്ലേയേഴ്സിനെ കംപ്ലീറ്റ്ലി ഗെയിമിൽ നിന്ന് ഔട്ട് ആകാനായിട്ട് ലിവർപൂളിന് സാധിച്ചു. അതിന് ആൻഫീൽഡ് ക്രൗഡ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫാക്ടർ. രണ്ട്, സ്ലോട്ടിന്റെ ടാക്ടിക്സിനേക്കാൾ ഉപരി പ്ലേയേഴ്സ് കൊടുത്ത ഇന്റൻസിറ്റി പിച്ചിൽ, അത് പറയാതിരിക്കാൻ പറ്റാൻ. സ്ലോട്ടിന് നമ്മൾ 100% മാർക്ക് കൊടുക്കണം. ഈ ടീം ഒരു സ്പെഷ്യൽ ടീമാണ്, എല്ലാവരും കൂടെ ഒന്ന് ക്ലിക്ക് ആയി.
അതെ. അപ്പൊ ഞാനൊന്ന് സിറ്റിയിലേക്ക് പോവാണ്. ബ്രോ സിറ്റി പതുക്കെ സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാച്ചില് അവര് 4-1 ഡോർമുണ്ടിനെ തോൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ലീഗിലും കൺസിസ്റ്റന്റ് ആയിട്ട് ആരും കാണാതെ പതുക്കെ പതുക്കെ കേറി വരുന്നു. ഇപ്പോ ആ ഒരു ടോപ്പ് 4ല് ആർസണൽ തൊട്ട് പുറകിലായിട്ട് സിറ്റി ഉണ്ട്. അവരെനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് ഫിൽ ഫോഡൻ. ഫോഡനെ നോക്കി കഴിഞ്ഞാൽ ചില മത്സരത്തിൽ പുള്ളി കളിക്കും. ചില സീസൺ പുള്ളിയെ കാണാനേ പറ്റില്ല. ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കും. പക്ഷേ ഈ സീസണിൽ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഡോക്കു നല്ല രീതിയിൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. ഹാലണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മിഡ്ഫീൽഡ് കൂടി എനിക്ക് തോന്നുന്നു ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പതുക്കെ ഫോമിലേക്ക് വരുന്നതാണോ കാണുന്നത് ബ്രോ? മിഡ്ഫീൽഡ് ബ്രോ നമ്മൾ ഇതിന്റെ എല്ലാം കൂടുതൽ നിക്കോ ഗോൺസാലസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന എടുത്തു പറയേണ്ട കാര്യമാണ്. പുള്ളി റിയലി ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹാളണ്ട് ആസ് എ പ്ലെയർ ഇംപ്രൂവ്മെന്റ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈവൻ ബ്രോ കഴിഞ്ഞ മാച്ചിലാണെങ്കിലും ബോൺമുത്ത് മാച്ചിലാണെങ്കിലും അതിന് മുമ്പത്തെ എല്ലാ മാച്ചിലാണെങ്കിലും ഇപ്പം അതിന് മുമ്പ് നടന്ന വില്ല മാച്ച് തോറ്റു. പക്ഷെ അതിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്ന ഒരു സംഭവം എന്താണ്, പുള്ളി ടീം മേറ്റ്സിനെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. അതായത് റാദർ ദാൻ ആ ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രോപ്പ് ചെയ്യുന്നു, ബോൾ റിസീവ് ചെയ്യുന്നു, മൂവ്മെന്റ്സ് നടത്തുന്നു. ഈ ലാസ്റ്റ് മാച്ചില് പുള്ളിയിലോട്ട് സെന്റർ ബാക്സ് 3 പേരും പോവാണ് ഡോർമുണ്ട്. അവരുടെ ബാക്ക് ത്രീയിലെ 3 പ്ലേയേഴ്സും പുള്ളിയിലോട്ട് ഫോക്കസ് ആണ്, 3 ഫിസിക്കൽ പ്ലേയേഴ്സ്. ആ 3 പ്ലേയേഴ്സിന്റെ ഇടയിൽ നിന്നും പുള്ളി ആ ഡ്രിബിൾ ചെയ്തിട്ട് നിക്കോറയിനെ ഫൈൻഡ് ചെയ്യും. നിക്കോറയുടെ ഷോട്ട് കോവർ അന്യമായിട്ടൊരു സേവ് എടുത്തു. സോ അങ്ങനത്തെ മൂവ്മെന്റ്സ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോഡന്റെ ഫോം അന്യമാണ്. അപ്പൊ ഫസ്റ്റ് ഗോളിൽ നമ്മൾ കണ്ടു ഫോഡൻ ആ ഒരു പുള്ളി ചെറിയൊരു റണ്ണ് നടത്തി ഫോഡന് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഒരു ഡിഫൻഡറിനെ മാറ്റി കൊടുക്കും. സോ അങ്ങനത്തെ മൂവ്മെന്റ്സ് ഹാൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹാൾഡ് ഗോൾ സ്കോർ ചെയ്യുന്നത് നമുക്കറിയാം ഈസ് എ ത്രെറ്റ്. പക്ഷെ പുള്ളിയുടെ ജനറൽ ഗെയിമിലുള്ള ഇംപ്രൂവ്മെന്റ് ടോപ്പ് നോച്ചാണ്. അതുപോലെ തന്നെയാണ് ഫോഡന്റെ ഫോമിന്റെ കാര്യം. അതുപോലെ തന്നെ റയാൻ ചെർക്ക്, ഇവർ രണ്ടുപേരും കൂടെ ഫോമിലാവുമ്പോൾ ഗെയിം ചേഞ്ചർ ആണ്. റയാൻ ചെർക്ക് എപ്പോഴൊക്കെ പിച്ചിൽ ഇറങ്ങുന്ന ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. സോ ഫോഡൻ നമുക്കറിയാം ഫോമിലാണെങ്കിൽ എന്തുമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആണെന്നുള്ളത്. അതുപോലെ ഡോക്കു സ്കില്ലുള്ള പ്ലെയർ ആണ്, ബട്ട് ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ആൻസർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സബീനോ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. നിക്കോ ഗോൺസാലസ് ഇവൻ റോഡറി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മാച്ചുകളൊക്കെ നിക്കോ ഗോൺസാലസിന് കളിക്കാൻ പറ്റും, ധൈര്യമായിട്ട് ഇറക്കിക്കോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. മേ ബി ഉള്ളി ഇഷ്യൂ ഇപ്പൊ ഡോണറൂമയുടെ അഡീഷൻ അനദർ ഗെയിം ചേഞ്ചർ ആണ്. ഓൾറെഡി ഇപ്പം ഡോണറൂമയുടെ സൈനിങ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മൾ കാണുന്നുണ്ട്. എസ്പെഷ്യലി സെറ്റ് പീസസിലൊക്കെ പുള്ളിയുടെ ക്ലെയിം ചെയ്യാനായിട്ടുള്ള അബിലിറ്റി ടോപ്പ് ആണ്. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ നമ്മൾ കണ്ടു സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ മിനിറ്റ്സുകളിൽ ഡോൺമുണ്ട് ത്രട്ടൻ ചെയ്തപ്പോൾ പുള്ളി മാച്ചിലോട്ട് വന്നു, സേവ് ചെയ്യുന്നൊക്കെ സിനാരിയോസ് നമ്മൾ കണ്ടു. സോ സിറ്റിക്കുള്ള ഒരേ ഒരു കുഴപ്പം ഇവൻ ബോർമത്ത് മാച്ചിനും കണ്ട് ഇന്നലത്തെ മാച്ചിനും കണ്ടു സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങുമ്പോൾ ആ കുറച്ച് ഷെയ്ക്കി ആവുന്നവരെ ഡോണറൂമ പലപ്പോഴും സേവ് ചെയ്യുന്ന അന്യായ സേവുകൾ, അന്യായം നല്ല കുഴപ്പമില്ലാത്ത സേവുകൾ നടത്തുന്ന നമ്മൾ കണ്ടു. സോ ആ മൊമെന്റ്സ് സ്ലീപ്പ് ആവുന്ന ഒഴിച്ച് നിർത്തിയാൽ സിറ്റി ലുക്സ് ഗുഡ്. വേറൊരു വേർസെറ്റ് ഇപ്പൊ സിറ്റിക്ക് പൊസിഷൻ കാലില്ലേലും ദേ ആർ ഹാപ്പി. അവര് ഒപ്പോണന്റിന്റെ കാലിൽ പൊസിഷൻ ഇപ്പൊ ബോൺമുത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞ മാച്ചിൽ പുഷ് ചെയ്ത് അത്ര അഗ്രസീവ് ഹൈലൈൻ അവർ വന്ന് എത്തിയാടി കളിക്കുകയാണ്. നിങ്ങൾ പൊസിഷൻ കീപ്പ് ചെയ്തോ, നിങ്ങൾ ഡോമിനേറ്റ് ചെയ്തോ, ഒരു ട്രാൻസിഷൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ ഹിറ്റ് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ഇപ്പൊ സിറ്റിക്കുണ്ട്. സോ ഒരു ഡിഫറെന്റ് വേർഷൻ ഓഫ് സിറ്റി. പൊസിഷൻ കീപ്പ് ചെയ്തില്ലെങ്കിലും ഒപ്പോണൻസിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി വിച്ച് ഇസ് ഗുഡ് ടു സി. ഡിഫൻസീവിലുള്ള ആ ഒരു വൾണറബിലിറ്റീസ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കാണുന്ന ചെറിയ വൾണറബിലിറ്റീസ് ഒഴിച്ചു നിർത്താനായിട്ട് സാധിച്ചാൽ ദിസ് ടീം ക്യാൻ ബി സ്പെഷ്യൽ. ഞാൻ ഒന്ന് ചെൽസിനെ പറ്റി ചോദിക്കുകയാണ് ബ്രോ. സ്പേഴ്സിനെ 1-0 തോപ്പിച്ച് ആ ഒരു ഫോമിലൂടെയാണ് അവര് ചാമ്പ്യൻസ് ലീഗിലേക്ക് പോയത്. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ 2-2 ഡ്രോ, അതും എനിക്ക് തോന്നുന്നു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഡ്രോ ആണ് നമ്മൾ കണ്ടത്. ഒരു ഇൻകൺസിസ്റ്റൻസി ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. അവരുടെ മേജർ 1-2 പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആണ്. പക്ഷേ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെൽസിയുടെ സൈഡിൽ നിന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുമ്പോൾ അത് വരുന്നില്ല. അവർ ക്രൂഷ്യലായിട്ട് മിസ്റ്റേക്സ് അല്ലെങ്കിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതൊരു കൺസേണിങ് ഫാക്ടറാണ് ബ്രോ. ആണോ ഇപ്പൊ ഇന്നലെ കർബാഗിന് അഗേൻസ്റ്റ് ഒക്കെ നമ്മൾ ഇഞ്ചറി ഇപ്പം ബാർസലോണ ക്ലബ് ബ്രൂവിന് അഗേൻസ്റ്റ് പോയി ഡ്രോ പിടിച്ചത് ഒരു ഇഞ്ചറി ആയിട്ട് കൺസേൺ ബാർസ ഫാൻ എന്നല്ലേ എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചെൽസിക്കും ഈ കർബാഗ് ഒക്കെ അഗേൻസ്റ്റ് ഉള്ള ഓപ്പോണന്റ് അഗേൻസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇഞ്ചറി ഒന്നും ഒരു ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ബാർസയുടെ സിറ്റുവേഷൻ ആണെങ്കിലും ചെൽസിയുടെ സിറ്റുവേഷൻ ആണെങ്കിലും ഇവരുടെ ബഡ്ജറ്റ് ഈസ് മച്ച് ഹയർ ദാൻ ഇവരെക്കാളും. സോ ഇന്നലെ ആണെങ്കിലും എക്സ് ജിയുടെ കാര്യത്തിലൊക്കെ കർബാഗ് കൂടുതൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. ശരിയാണ്, എവേ ഫിക്സർ ആണ്, ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ എന്നാലും ചെൽസി ഷുഡ് വിൻ ദീസ് മാച്ചസ് അല്ലേ. സോ അടുത്ത രംഗമായിട്ടാണ് ചെൽസിയുടെ മാച്ച് വരുന്നത്. ആൻഡ് അഗൈൻസ്റ്റ് ടോട്ടനാം അവർ നിങ്ങളെ ഔട്ട് ക്ലാസ് ചെയ്തു, കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്തു. പക്ഷെ അഗൈൻസ്റ്റ് കർബാഗ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു ഈവൻ ഗെയിം പോലെ നമുക്ക് തോന്നി. മേ ബി പുള്ളി റൊട്ടേഷൻസ് ഒക്കെ നടത്തി, മേ ബി അതായിരിക്കാം റൊട്ടേഷൻസ് ഒക്കെ നടത്തി മേ ബി ബാക്ക് ഫയർ ചെയ്തെന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും ചെൽസിയുടെ കുഴപ്പം ബ്രോ പറഞ്ഞാലാണ് കുറച്ച് ഇൻകൺസിസ്റ്റൻസി ആൻഡ് മോർ ദാൻ ദാറ്റ് എറേഴ്സ് ആണ്. ഇപ്പം നമ്മൾ കണ്ട് ടോട്ടനാമിന് അഗേൻസ്റ്റ് കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നു ചെൽസി, ഡിഫൻസീവ്ലി ഫോക്കസ്ഡ് ആയിരുന്നു. അതിന് മുമ്പ് നമ്മൾ ലിവർപൂളിന് അഗേൻസ്റ്റ് പക്ക ഫോക്കസ്ഡ് ആയിട്ട് അവർ നിൽക്കുന്നതാണ്. ഇവൻ ബയൺ അഗേൻസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. മാച്ച് തോറ്റെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ ഡിഫൻസീവ്ലി. ബട്ട് ഈ ചില മാച്ചുകളൊക്കെ വരും. ഈ മാച്ചിൽ ഇന്നലെ തന്നെ ആ ഒരു പെനൽറ്റിയിലോട്ട്
ലീഡ് ചെയ്ത ഒരു ഇൻസിഡന്റ് അവിടെ ഹാറ്റോ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. അതെ അതിനു മുമ്പ് അതെ അവിടെ സാഞ്ചസിനാണെങ്കിലും അവിടെ പാസ് ചെയ്ത് കാറ്റോലോട്ട് ചെയ്യുന്നത് ആ ഒരു സിനാരിയോ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ ഇങ്ങനത്തെ മിക്ക മാച്ചുകളും ശ്രദ്ധിച്ചാൽ ചെൽസി ധാരാളം എറേഴ്സ്, ഇൻഡിവിജ്വൽ എറേഴ്സ് പ്ലേയേഴ്സ് നടത്തുന്നുണ്ട് ചെൽസിയിലോട്ട് വരുമ്പോഴേക്കും. സോ അത് ചെൽസിനെ ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻസോ മരസ്ക എന്ന് പറയുന്ന കോച്ചിനേക്കാൾ ഉപരി ഇൻഡിവിജ്വൽ എറേഴ്സ് ആണ്, പുള്ളിയുടെ ടാക്ടിക്സിനേക്കാൾ ഉപരി ഇൻഡിവിജ്വൽ എറേഴ്സ് ആണ് ഇങ്ങനത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ചെൽസിനെ ബാക്ക് ഫയർ ചെയ്യുന്നത്. സോ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചാൽ ചെൽസി വിൽ ബി പ്രട്ടി ഗുഡ് എന്നൊരു ഫീൽ ആണ് എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെ ഇഞ്ചറി അതൊരു വലിയ കൺസേണിംഗ് ആയ കാര്യമാണ്. എല്ലാ മാച്ചിലും ഒരു ഡിഫറൻറ്റ് സെന്റർ ബാക്ക് പെയർ അത് തലവേദന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇൻഡിവിജ്വൽ എറേഴ്സ് ഒഴിവാക്കാൻ സാധിച്ചാൽ മറസ്ക പ്രട്ടി മാച്ച് ഈ ടീമിന്റെ ഒരു ഗ്രിപ്പ് ഉണ്ടാകും. നമ്മൾ ഓൾറെഡി കണ്ടു ഈ സീസൺ പല മാച്ചുകളിലും. റെഡ് കാർഡ് കിട്ടാത്ത മാച്ചുകളിലും അവർ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന മാച്ചുകളിൽ അവർ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, വിക്ടറീസ് ആയിട്ട് പോകുന്നുണ്ട്. സോ മറസ്കയ്ക്ക് ആ ഒരു അത് മറസ്കയ്ക്ക് ടു ആൻ എക്സ്റ്റെൻഡ് അവോയ്ഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പ്ലേയേഴ്സ് അതെ സ്വയമേ വരുത്തുന്ന ഒരു ഇഞ്ചറി എറേഴ്സ് ആണ്. ഞാനൊന്ന് ആർസണലിലേക്ക് പോവാണ് ബ്രോ. ആർസണൽ ചെറിയ രീതിയിൽ റൊട്ടേഷനൊക്കെ നടത്തി മെറീനോയെ ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവന്നു, ഡിഫൻസിലേക്ക് ബെൻ വൈറ്റ് വന്നു. പക്ഷെ അവരുടെ ക്ലീൻ ഷീറ്റിന് യാതൊരു പ്രശ്നവുമില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് മറീഞ്ഞൊക്കെ പറയാറുണ്ട്, ഈ ഡിഫൻസ് സോളിഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗ് ജയിക്കുക എന്ന് പറയുന്നത് പൂവറിക്കുന്ന പോലത്തുള്ള കാര്യമാണ്. കാരണം ഒഫൻസിനേക്കാളും കൂടുതൽ ആ ഗോൾ ലീക്കും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഡിഫൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊരു കോൺഫിഡൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആർത്തട്ട ഓൾമോസ്റ്റ് ഫൈൻ ദ കീ എന്ന് പറഞ്ഞതുപോലെ റൊട്ടേറ്റ് ചെയ്താലും ഡിഫൻസിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ പ്ലേയേഴ്സിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇഞ്ചുറി കഴിഞ്ഞ് കുറച്ച് പ്ലേയേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജനുവരിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രോപ്പർ സ്ക്വാഡായിട്ടാണ് ആർസണൽ വരുന്നത്. അവരിപ്പോൾ ഒരു 4-5 പോയിന്റിന്റെ ഗ്യാപ്പിൽ EPL നിൽക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. ബ്രോ, ഇറ്റ്സ് എ പോസിറ്റീവ് സൈനാണോ ആർസണലിന്? ഡെഫിനറ്റ്ലി ബ്രോ, പ്രീമിയർ ലീഗിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു ടീം ആരാണെങ്കിൽ അത് ആർസണൽ തന്നെയാണല്ലേ. സോ വിത്തൗട്ട് എ ഡൗട്ട് ഡിഫൻസീവ്ലി ദ മോസ്റ്റ് സോളിഡ് ടീം അല്ലേ. 7 മാച്ചുകളോളം ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുക, അതൊക്കെ നിസ്സാര കാര്യമല്ല. 7 മാച്ച് ക്ലീൻ ഷീറ്റ് ഒക്കെ അടുപ്പിച്ച് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ലാസ്റ്റ് ഇപ്പൊ മാർട്ടിനെല്ലിക്കും യോക്കർസിനും ചെറിയൊരു ഇഞ്ചറിയാണ്. ചെറിയ ഇഞ്ചറിയാണ്, ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈവൻ അവർക്ക് ഇപ്പം നമ്മൾ കണ്ടു ഹിൻക്യാപ്പിയനെ ആണെങ്കിലും മൊസ്കോറേനെ ഒക്കെ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും നോ പ്രോബ്ലം. അവർ പ്രട്ടി മച്ച് സോളിഡ് ആയിട്ട് തന്നെ കളിക്കുന്നില്ല. ഗബ്രിയലും സലീബയും വേണം, പക്ഷെ എന്നാലും സോളിഡ് ആയിട്ടുള്ള ഒരു ബാക്കപ്സ് ഉണ്ട്. നോഗാർഡ് കുഴപ്പമില്ലാതെ കളിക്കുന്നു, മിക്കൽ മറീനോ സെന്റർ ഫോർവേഡ് ആയിട്ട് കുഴപ്പമില്ലാതെ കളിക്കുന്നു. സോ ഇങ്ങനത്തെ മാച്ചുകളൊക്കെ ആർസണല് ഈസിലി സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ റെസ്റ്റ് കൊടുക്കേണ്ട വന്നാലും റൊട്ടേറ്റ് ചെയ്യേണ്ട വന്നാലും അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഡിഫൻസീവിലി ഉള്ള സ്റ്റെബിലിറ്റി, ഞാൻ ആർസണലിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈവൻ ആർസണൽ ഫാൻസ് വിൽ അഗ്രി വിത്ത് മീ, ഓപ്പൺ പ്ലേയിൽ ആർസണലിന് മാസീവ്ലി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ആർസണൽ നമ്മൾ പറഞ്ഞു സെറ്റ് പീസ്, ഞാൻ എപ്പോഴും പറയാം സെറ്റ് പീസിന് വേണ്ടി കളിക്കുകയല്ല, അവർ സെറ്റ് പീസ് ഓപ്പൺ പ്ലേയിലൂടെ ക്രിയേറ്റ് ചെയ്യണം, അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓപ്പൺ പ്ലേയിലൂടെ അല്ലാതെ കിട്ടുന്ന ആൻസർ അവർ കൺവേർട്ട് ചെയ്യുന്നില്ല. ആർസണൽ മാച്ച് കാണുവാണെങ്കിൽ എസ് എ ആണെങ്കിലും മിക്ക പ്ലേയേഴ്സ് ആണെങ്കിലും നല്ല ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ട്. സോ അതും കൂടെ അവർ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഓഫ് ആർസണൽ കാണാൻ പോകും. സോ അർട്ടേറ്റയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കണം ഈ ടീമിനെ മാനേജ് ചെയ്യുന്ന രീതിയിൽ. കാരണം ഡിഫൻസീവ്ലി സോളിഡ് ആണ്, ഒഫൻസീവ്ലി ഓൾസോ ദേ ആർ ഗുഡ്. ഓപ്പൺ പ്ലേയിലൂടെ ആകെപ്പാട് അർട്ടേറ്റയ്ക്ക് അറിയാവുന്ന ഒരു കാര്യം മേ ബി ഇതായിരിക്കും. ഓപ്പൺ പ്ലേയിൽ കിട്ടുന്ന ചാൻസുകൾ കൂടുതൽ അവർ കൺവേർട്ട് ചെയ്യാൻ, കൺവേർട്ട് ചെയ്യാൻ അവർ കംഫർട്ടബിൾ ചെയ്യുന്നുണ്ട്. കൺവേർട്ടോടെ ചെയ്യാൻ തുടങ്ങിയാൽ നല്ല മാർജിനിൽ ജയിക്കാനായിട്ട് സാധിക്കും. ബട്ട് നോക്കൗട്ട്സ് വരുമ്പോഴേക്കും ടോപ്പ് ഒപ്പോണൻസ്, ഇപ്പൊ അടുത്ത ബയൺ മ്യൂണിക് മാച്ചാണ്, മിക്കവാറും ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ച് ഓഫ് ദ മാച്ച് ആവാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മാച്ച് ആവാനായിട്ട് സാധ്യതയുണ്ട് ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ. 16 മാച്ചാണ് അൺബീറ്റൻ റൺ വരുന്ന ബയൺ, ക്ലീൻ ഷീറ്റുകൾ കീപ്പ് ചെയ്യുന്ന ആർസണൽ, 6 റെക്കോർഡ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ആ മാച്ചിലോട്ടൊക്കെ വരുമ്പോൾ മേ ബി 1-2 ചാൻസുകളായിരിക്കും കിട്ടുക ആർസണലിൽ. അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ആയേ പറ്റും ആർസണലിൽ. സോ അത് മാത്രമായിരിക്കും മേ ബി കൺസേണിംഗ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നോക്കുവാണെങ്കിൽ പ്രട്ടി മച്ച് സോളിഡ് സെറ്റ് പീസസ് കൺവേർഷൻ കാര്യത്തിലാണെങ്കിലും ഡിഫൻസീവ്ലി ആണെങ്കിലും ഓപ്പൺ പ്ലേയിലൂടെ അവർ ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്. ലോക്കറസ് ഇതിന് മുമ്പത്തെ മാച്ചുകളിൽ ഗോൾ സ്കോറിംഗ് ഫോമിലോട്ട് ആയത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ക്ലിനിക്കൽ ആളുകൂടെ ആർസണൽ തുടങ്ങിയ ഗെയിം ചേഞ്ചറായി. ബ്രോ, ഞാനൊന്ന് ബാഴ്സയുടെ മാച്ചിലേക്ക് പോകണം. ഞാൻ കമ്പനിയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. കമ്പനി ഇങ്ങനെ ടീമിനെ സെറ്റപ്പ് ചെയ്യിക്കും, അല്ലെങ്കിൽ എസ്പെഷ്യലി ട്രാൻസിഷനിൽ ഇങ്ങനെ ഒരു ഫുട്ബോൾ ബയണ് കളിക്കുന്നൊക്കെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അവർ 10 പേരെ വെച്ച് ചാമ്പ്യന്മാരായിട്ടുള്ള PSG-ക്കെതിരെ 45 മിനിറ്റ് പിടിച്ചേക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഡിഫെൻസീവ്ലി സോളിഡ് ആയിരുന്നു. ചെറിയ ഫോർമേഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് റെഡ് കാർഡ് കിട്ടിയ സമയത്ത് അവരിറങ്ങി. എനിക്ക് തോന്നുന്നു ബയൺ സാധാരണ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള പെർഫോമൻസ് ഒന്നും കാണാറില്ല. പക്ഷേ ഈ സീസണിൽ ദേ ആർ റിയലി ഗുഡ്. അവർക്ക് ഫസ്റ്റ് ഹാഫിൽ അവർ PSG-ക്കെതിരെ നടത്തിയ ഡോമിനേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ടച്ച് ഫുട്ബോൾ, അതായത് കെയ്ൻ ഇറങ്ങി വരുന്നു, സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ലോങ് ബോൾ പിങ് ചെയ്യുന്നു,
ആ റണ്ണും അവർക്ക് കിട്ടിയ ചാൻസുകളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ലൂയിസ് ഡിയാസ് നല്ല ഫോമിലാണ്. ബ്രോ എന്താണ് പറയാനുള്ളത്? ബയൺ ഇത് പറഞ്ഞതുപോലെ പണ്ടത്തെ ആ ചാമ്പ്യൻസ് എന്ന മോഡിലേക്ക് വരികയാണോ? ബ്രോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഞാൻ ഇതുവരെ ഈ സീസണിൽ ആർസണലിലെ കന്യായിട്ട് കളിക്കുന്നതല്ലാണ്, പക്ഷെ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്യുന്ന ടീം ബയൺ മ്യൂണിക്കാണ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം കമ്പനിയുടെ വേഴ്സറ്റാലിറ്റി ആണ്. അധികം ബയൺ ഫാൻസ് എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. കമ്പനി അവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിഫൻസീവ്ലി ദേ ആർ ഗുഡ്. ലാസ്റ്റ് സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർ മാച്ചിലുള്ള പൊസഷൻ കുറഞ്ഞിട്ടുണ്ട്. പൊസഷൻ ഈവൻ ഒപ്പോണന്റിന് കൂടുതൽ കൊടുക്കാൻ അവർ റെഡിയാണ്. ഫീൽഡ് ടിൽറ്റ് കുറയും, വിച്ച് മീൻസ് അഗ്രസീവ്ലി ഹയർ ഓഫ് ദ പിച്ചേഴ്സ് വെച്ച് എപ്പോഴും ബോൾ വിൻ ചെയ്യണമെന്നുള്ളൊരു ഇത് അവർക്കില്ല. ഡിഫൻസീവ്ലി എക്സ് കൺസീഡർ മാസീവ്ലി ഡൗൺ ആയി. സോ ഗുഡ്. അവർക്ക് സിറ്റ് ബാക്ക് ചെയ്യാനും അറിയാം. നമ്മുടെ ഡോട്ട്മുണ്ട് അഗേൻസ്റ്റ് ലാസ്റ്റ് മിനിറ്റ്സുകൾ അവർ സിറ്റ് ബാക്ക് ഡിഫെൻഡ് ചെയ്യുന്നത്. ഈവൻ ചെൽസിക്ക് അഗേൻസ്റ്റ് 3-1 ലീഡ് എടുത്തതിന് ശേഷം ലാസ്റ്റ് 10 മിനിറ്റ്സ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് മാച്ചിൽ ഓക്കെ പി എസ് സിക്ക് അഗേൻസ്റ്റ് 10 വരെ വെച്ച് ഓക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം, നമുക്ക് നമ്പേഴ്സ് കമ്മിറ്റ് ഡിഫെൻഡ് ചെയ്യാം. ഓക്കെ ന്യൂ ഇയറിൽ ഒരു കിടിലൻ പെർഫോമൻസ് സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ടത്. പക്ഷെ എന്നാലും അവർ ഡിഫെൻഡ് ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു 11 വേഴ്സസ് 11 എന്ത് ഔട്ട് ക്ലാസ് ചെയ്തു. നമ്മൾ പി എസ് സിനെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഉപ്പമക്കാനും ഒക്കെ അഗ്രസീവ്ലി വന്ന് പ്രസ് ചെയ്ത് ഫാബിയൻ റൂസിനോടൊപ്പം മിഡ്ഫീൽഡിലേക്കാണ്, കിമ്മിച്ച് വിറ്റീനോടൊപ്പം റൺ ചെയ്യുകയാണ്. എടുത്തു പറയേണ്ട കാര്യം പുള്ളി സാഷാ ബോയിനെ മിക്ക മാച്ച് കളിക്കുന്നത്. ലെയ്മർ ഹു ഇസ് നോട്ട് എ ട്രഡീഷണൽ ഫുൾ ബാക്ക്, പുള്ളി പലപ്പോഴും ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നു, റൈറ്റ് ബാക്ക് കളിക്കുന്നു. സാനിസിച്ച് ക്വാളിറ്റി പ്ലെയർ ആണ്. സോ ഇവരെല്ലാം ചില റൊട്ടേഷൻസ് ഒക്കെ നടത്തുന്ന സ്ഥിതിയാണ്. സാഷാ ബോയ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ലെയ്മർ കോൺസ്റ്റന്റ്ലി സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരെല്ലാം നല്ലപോലെ കളിക്കുന്നു. ഇപ്പം ലാസ്റ്റ് മാച്ച് നമ്മൾ കണ്ടു എഗെയിൻസ്റ്റ് ലെവർകൂസൻ, പുള്ളി ബിഷ്കോഫിനെയും ലെനർഡ് കാളിനെയും നിക്കോളാസ് ജാക്സനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതും സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് വരെ 3 ഗോൾ അടിച്ച് അവർ ഗെയിം കില്ല് ചെയ്യാണ്. സോ കംപ്ലീറ്റ് കൺട്രോൾ പുള്ളിക്ക് ആ സ്ക്വാഡിലുണ്ട്. കംപ്ലീറ്റ് ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ കാണുന്നത്. ഇത് ആകപ്പാട് ഉള്ള ഒരു തലവേദന ബയൺ മ്യൂണിക്ക് ഫാൻസിന് ഇതായിരിക്കും. ഓക്കെ മുസിയാലയും അൽഫോൺസോ ഡേവിസും ഇഞ്ചറി മാറി വരാനുണ്ട്, പക്ഷെ അവർ ഇഞ്ചറി മാറി വരുമ്പോൾ എന്തുമാത്രം ഫിറ്റ് ആയിരിക്കും എന്നുള്ള ക്വസ്റ്റനാണ്. 2, അഥവാ ഒരു നോക്കൌട്ട്സിലോട്ട് വരുവാണ്, ഇപ്പൊ ഒരു ആർസണൽ വരും, പി എസ് സി ഇനി നോക്കൌട്ട് വരും, എന്താ നല്ല ടോപ്പ് ടീമുകൾസ് അഗേൻസ്റ്റ് വീണ്ടും വരുവാണ് നോക്കൌട്ട്സിലോട്ട് വരുമ്പോൾ സ്ക്വാഡ് ഡെപ്ത് മാത്രമായിരിക്കും ഒരു കൺസേണിംഗ് ആയിട്ടുള്ള കാര്യം. ഈ കാളും ബിഷ്കോപ്പും ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നോക്കൌട്ട്സ് വരുമ്പോൾ ഇവർക്ക് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ? പിന്നെ നിക്കോളാസ് ജാക്സൺ ആണ് അനദർ ഓപ്ഷൻ കമ്മിങ് ഓഫ് ദ ബെഞ്ച്. സോ പിന്നെ സ്ക്വാഡ് ഡെപ്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മേ ബി ലെയ്മറിനെയോ സ്റ്റാനിസിച്ചിനെയോ വീണ്ടും ഒരു ഇഷ്യൂ ആയ സാഷാ ബോയ് ഇങ്ങനെ നോക്കൌട്ട്സ് സ്റ്റാർട്ട് ചെയ്താൽ ഈസി ഗുഡ് ഇനഫ്. അങ്ങനത്തെ ഒക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഉള്ളു. പക്ഷെ കമ്പനി ആസ് എ ടാക്ടീഷ്യൻ ഭയങ്കര മാസീവ്ലി ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാരി കെയ്ൻ ആർഗ്യുബിലി യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഈ സീസൺ സോ ഫാർ. ആസ് എ പ്ലെയർ, ഞാൻ ആസ് എ സ്ട്രൈക്കർ അല്ല പറയുന്നത്, ആസ് എ ഫുട്ബോൾ പ്ലെയർ. ഒരു ഡിഫൻസീവ്ലി ഹെൽപ്പ് ചെയ്യുന്നു, റൈറ്റ് ബാക്കിന്റെ പൊസിഷൻ കളിക്കുന്നു, ലെഫ്റ്റ് ബാക്കിന്റെ റോൾ കളിക്കുന്നു, സി ഡി എം കളിക്കുന്നു, നമ്പർ 8 കളിക്കുന്നു, നമ്പർ 9 കളിക്കുന്നു, ഫോൾസ് 9 കളിക്കുന്നു, ലെഫ്റ്റ് വിംഗർ കളിക്കുന്നു. പുള്ളി കളിക്കാത്ത പൊസിഷൻ ഇല്ല ആ പിച്ചിൽ. കംപ്ലീറ്റ് പ്ലെയർ. സോ വിത്തൗട്ട് എ ഡൗട്ട് ദിസ് ഹാസ് ബീൻ എ ഇംപ്രസീവ് സ്റ്റാർട്ട്. അത് മാത്രമേ പറയാനായിട്ടുള്ളൂ. അവർ കണ്ടിന്യൂ ചെയ്യട്ടെ. നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ബയൺ മ്യൂണിക്ക് ഫാൻസിന്റെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്, ടീം സ്ക്വാഡിനുള്ളിലും റിയലി കാണുന്നുണ്ട്. ജാനുവരിയിൽ അവർക്ക് ഒരു 2-3 നല്ല അഡീഷൻസിനോടെ കൊണ്ടുവരാൻ സാധിച്ചാൽ അവർക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ബൈ ഡിസംബർ അവർ ഒന്ന് 4 പിടിക്കുകയാണെങ്കിൽ ലീഗ് അവർക്ക് ഡണ്ണാക്കാം. ഒരു 10 പോയിന്റ് മേളിൽ ലീഡാക്കിയ ലീഗ് ഡണ്ണാക്കാം. പിന്നെ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ബ്രോ അവസാനത്തെ ക്വസ്റ്റ്യൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു റിസൾട്ടിനെ കുറിച്ചാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ അവർ 2-2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഒരു 2 മത്സരമൊക്കെ ജയിച്ച് ഒരു പോസിറ്റീവ് മൂഡിൽ വന്നതായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ചെറിയ പ്രശ്നങ്ങൾ കിക്ക് ഇൻ ചെയ്യുന്നു, അവർ കൺസീഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു കൂടുതൽ ത്രെട്ടനിങ് ആയിട്ട് തോന്നിയത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ മൂവ്മെന്റ് ആയിരുന്നു. അവർ 1-2 കിടിലൻ ചാൻസ് മിസ് ചെയ്ത ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4 ഗോളൊക്കെ അടിക്കാനുള്ള ചാൻസുകൾ ആ മാച്ചിൽ ഉണ്ടായിരുന്നു. അവസാനം അമാദിന്റെ ആ ഒരു ഷോട്ട് കൊണ്ടാണ് സമനിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ഒരു സ്ക്വാഡ് ഡെപ്തിന്റെ ഇഷ്യൂ യുണൈറ്റഡിൽ ഉണ്ടോ ബ്രോ? ഒരു കുറച്ചുകൂടി ഒരു ക്വാളിറ്റി പ്ലേയേഴ്സിനെ എസ്പെഷ്യലി കീ പൊസിഷൻ മിഡ്ഫീൽഡും വിംഗേഴ്സിനെ ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അവിടെ? ബ്രോ അഡീഷൻസ് വരുവാണ് ഏത് ടീമിന് നല്ലത്. അത് പുള്ളിയും പോസ്റ്റ് മാച്ച് പറഞ്ഞു ടീം ടയേർഡ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നമ്മള് അമോറിയമും പറയുന്നത് കേട്ടു. ടു ആൻ എക്സ്റ്റെന്റ് ശരിയാണ്. ഇപ്പം ഹൈ ഇന്റൻസ് ആയിട്ടുള്ള 3ഓളം മാച്ചുകൾ കളിച്ചിട്ടാണ് യുണൈറ്റഡ് വരുന്നത്. പക്ഷെ യുണൈറ്റഡ് ഇപ്പൊ യൂറോപ്പ് ഇല്ല, മിഡ് വീക്ക് കളിച്ചിട്ടില്ല. സോ നമ്മൾ ടൂ മച്ച് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് നോട്ടിംഗം യൂറോപ്പ് കളിക്കുന്നുണ്ട്. സോ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ആ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ടു ആൻ എക്സ്റ്റെന്റ് യുണൈറ്റഡിന് ചെറുതായിട്ടൊന്ന് പാളി. ഓവർ റെസ്പെക്ട് ചെയ്തു എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നോട്ടിംഗിന്. കുറച്ചുകൂടെ ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഹാഫ് കണ്ടു, ആ 2-1 പുറകെ പോയതിനു ശേഷം യുണൈറ്റഡ് പ്രോപ്പർ ആയിട്ട് കുറച്ചുകൂടെ ഗെയിമിലോട്ട് തിരിച്ചു വരുന്നുണ്ട്, കുറച്ചുകൂടെ അഗ്രസീവായി ബോൾ വിൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. നമുക്കറിയാം ന്യൂ മാനേജീരിയൽ ബൗൺസ്, അവർക്കൊരു വിജയം മസ്റ്റ് ആയിരുന്നു, അതൊരു പോയിന്റ്സ് മസ്റ്റ് ആയിരുന്നു. സാൻഡേഷ് വന്ന ഒരു ടീം, കുഴപ്പമില്ലാത്തൊരു ടീം, ഹോം മാച്ച്. സോ അവർ കുറച്ചുകൂടെ ഫയർഡ് അപ്പ് ആയിരുന്നു, നമുക്ക് കാണാമായിരുന്നു. പിന്നെ നമുക്കറിയാം യുണൈറ്റഡ് അടുപ്പിച്ചൊരു 3 മാച്ച് ജയിച്ചിട്ട് വരുന്ന ഒരു സിനാരിയോ ആണ്. പ്രീമിയർ ലീഗ് ആണ്, പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതിൽ വലിയ ഇപ്പം തോൽക്കുമായിരുന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു ഡ്രോ വേഴ്സ് റിസൾട്ട് എന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ഒരു വിൻ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. ബട്ട്
3 മാച്ച് ജയത്തിൽ വന്നിട്ട് നോട്ടിംഗ്ഹാം അവേ എന്നൊരു തോൽവി അല്ല ഒരു ഡ്രോ എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള റിസൾട്ട് അല്ല. പക്ഷെ യുണൈറ്റഡ് കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യം മേ ബി അതായിരിക്കും. മേ ബി അത്ര ഓവർ റെസ്പെക്ട് ചെയ്യണമായിരുന്നു. ഈവൻ ആ ഗോൾ ലീഡ് എടുത്തതിന് ശേഷം ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ മിനിറ്റ് ഫസ്റ്റ് ഹാഫിൽ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. അത്ര ടൈം അവർക്ക് ഓൺ ദ ബോൾ കൊടുത്ത് അവർ കില്ല് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് ഹാഫ് 1-0 ലീഡ് യുണൈറ്റഡ് നിന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടക്കത്തിലും റൂബൻ അമോറിയും ടീമിന് ആ സെയിം ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തത്. അത്ര അഗ്രസീവ് ആവേണ്ട എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അത് ബാക്ക് ഫയർ ചെയ്തു. പിന്നീട് കുറച്ചുകൂടെ അഗ്രസീവായി ബോൾ വിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ യുണൈറ്റഡ് പതുക്കെ ഗെയിമിലോട്ട് വീണ്ടും തിരിച്ചു വരുന്ന സിനാരിയോസ് നമ്മളുണ്ട്. സോ മേ ബി ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ റൂബൻ അമോറിനും പാളി ആ ടീമിന് മേ ബി ഫറ്റീക്നെസ് ഒരു വലിയ ഫാക്ടർ ആക്കി. അതുകൊണ്ടായിരിക്കും പുള്ളി ഓവർ അഗ്രസീവ് ആവേണ്ടെന്ന് പറഞ്ഞത്. സോ ടു മച്ച് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ അടുത്ത സ്പേഴ്സ് ആയിട്ടാണ് വരുന്ന മാച്ച്. ഓക്കെ, അതിലും ഡിസപ്പോയിന്റിംഗ് ആണ് പ്രശ്നം മാച്ച്. കാരണം സ്പേഴ്സും യുണൈറ്റഡിന്റെ പ്ലേയേഴ്സിനേക്കാളും ടയർഡ് ആയിരിക്കും. മിഡ് വീക്കും കളിച്ചിട്ടാണ് വരുന്നത്. ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ്, യുണൈറ്റഡിനേക്കാളും ഇഞ്ചുറി ഇഷ്യൂസ് ഇരിക്കുന്ന ഒരു സൈഡാണ്. സോ അഗൈൻ സ്പേഴ്സ് സാറ്റർഡേ യുണൈറ്റഡ് ഓക്കെ ആ ഒരു ഫറ്റീക്നെസ് വീണ്ടും കാണിക്കുകയാണ്. പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇന്റൻസിറ്റി ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ, അത് കൺസേണിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വെച്ച് അടുത്ത മാച്ചിൽ അറിയാം യുണൈറ്റഡ് സീസണിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി ബ്രോ. ഓക്കെ ബ്രോ.